അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലാണ്. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ളൊരു യാത്ര പോവാണ് മൈസൂരിലോട്ട്. നമ്മൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ RTCയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ആദ്യം പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് പോകാം. കോഴിക്കോട് നഗരത്തിൻ്റെ രാത്രി കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ KSRTC സ്റ്റാൻഡ് നിൽക്കുന്നതേ മാവൂർ റോഡിലാണ്. ഇത് മാവൂർ റോഡാണ്. നമുക്കിനി ഭക്ഷണമൊക്കെ കഴിക്കണം. ഇവിടെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട് കോഴിക്കോട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുഴുവൻ ഭക്ഷണമാണ് പ്രധാനം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ നോൺ വെജ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. നമുക്ക് ആ ഒരു ഭാഗത്ത് 2 വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒന്ന് ദക്ഷിണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും പിന്നെ ഒന്ന് രുചി ഭവനും. അപ്പോൾ നമുക്ക് അവിടെ ദക്ഷിണ വെജ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു ഭാഗത്തോട്ടെത്തി. ഇവിടെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. കണ്ടോ? നമുക്ക് ഇതാണത്. നമുക്ക് അകത്തോട്ട് കയറാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇവിടെ സെൽഫ് സർവീസാണ്, അപ്പോൾ നമ്മൾ തന്നെ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണമാണ്. നിങ്ങൾ കോഴിക്കോട് വരുവാണെങ്കിൽ അടിപൊളി മസാല ദോശ കഴിക്കാൻ ഒരു നല്ല സ്പോട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കഴിച്ച ദക്ഷിണ വെജ് എന്ന് പറയുന്നത് കേട്ടോ. ഞാനെന്തുകൊണ്ടാണ് ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, കോഴിക്കോട് ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പോട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ കോഴിക്കോട് വരുവാണെങ്കിൽ അടിപൊളി മസാല ദോശ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ KSRTC സ്റ്റാൻഡിലോട്ട് പോകണം. നമുക്ക് ആ ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് പോവാം. ഇവിടുത്തെ KSRTC ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കാണുമ്പോൾ വലിയ കെട്ടിടമാണ്, പക്ഷെ ഉള്ളിൽ അതിന് മാത്രം ഒരു സൗകര്യവും ഇല്ല. മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡ്. ഇരുടായിട്ട് നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും മുഴുവൻ ഇരുടാണ്. ഇതൊക്കെ ആരാണോ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നത്? നമ്മളിതാ സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് കയറി. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബസ് വരേണ്ടത്. ടൈമായിട്ടില്ല, 10 മണിയാവുന്നതാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 9:45. നമുക്കൊരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ് വന്നു. ഈ ഒരു ബസ്സിലാണ് നമ്മൾ മൈസൂരിലോട്ട് പോകുന്നത്. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഒക്കെ വരുന്നത്. ഇതവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത്. ബാഗൊക്കെ അവിടെ വെച്ചു. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. ബസ്സിൽ കയറി അവിടെ ഇരുന്നു. ബാഗൊക്കെ മുകളിൽ വെച്ചു. ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഇനി ഒരു അടിപൊളി യാത്രയാണ്. ഇത് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ RTC ആണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം അവരുടെ സൈറ്റ് വഴിയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. അങ്ങനെ വിൻഡോ സീറ്റൊക്കെ പ്രിഫർ ചെയ്തെടുത്തു. അപ്പം നമുക്കൊരു അടിപൊളി യാത്ര ഇനി അങ്ങോട്ട് കാണാം. ബസ് 10:33 എടുക്കും. അപ്പോൾ 10:15 ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമുണ്ട്. നമുക്കിപ്പം ബസ് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ നമ്മുടെ ബസ് എടുത്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇനി പുറമെ കാഴ്ചകളൊന്നും കാണാനില്ല. നമ്മുടെ ഗ്ലാസ് ഒട്ടും ക്ലിയർ ഇല്ല. പുറമേ ഇനി കാഴ്ചകളൊന്നും കാണാനും ഇല്ല. അപ്പോൾ ഇന്ന് രാത്രി നമുക്കിതാ ഇനി അങ്ങ് കിടന്നുറങ്ങാം. നാളെ രാവിലെ നേരത്തെ നമ്മൾ മൈസൂരെത്തും. 3 മണിയാണ് ടൈം. ഇപ്പോൾ ഒരു 3:30-4 മണിക്കുള്ളിലൊക്കെ നമ്മൾ മൈസൂർ എത്തേണ്ടതാണ്. ഇനി ഇവിടുന്ന് ഈ ഒരു യാത്ര നമുക്ക് മൈസൂർ എത്തുന്നവരെ നല്ലൊരു ഉറക്കമാണ്. ഒടുവിലിതാ നമ്മൾ മൈസൂർ സ്റ്റാൻഡിലോട്ട് എത്തി. ഇന്നലെ രാത്രി ആളുകൾ എവിടേക്കോ ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റൊക്കെ ഇട്ട് ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉറക്കമൊക്കെ ശരിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ആരുമില്ല, അങ്ങനെ കാലിയായി കിടക്കുകയാണ്. അപ്പം ആളും മനുഷ്യനൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് അകത്തോട്ട് പോയിട്ട് കുറച്ച് നേരം ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ.
ഇപ്പോൾ വന്നാലും നമ്മൾ ഒന്നിങ്ങനെ നോക്കി നിന്ന് പോകും. ഒരുപാട് പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു കാര്യമുണ്ട്, കണ്ടോ? ഇവിടെ ഇങ്ങനെ നമ്മൾ വരുമ്പം എപ്പോഴും നോക്കിപ്പോവും ഈ ശില്പങ്ങൾ. ഇനി ഇത് ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. നമുക്ക് അതുവഴി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് അകത്ത് കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരമാണല്ലോ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ഫ്രഷ് ആവാനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ. അപ്പം നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കലൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. നമ്മുടെ ബാഗൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തു. പിന്നെ ഫുൾ ഡേ നമുക്കിവിടെ മൈസൂർ മുഴുവൻ ചുറ്റി കാണണം. ഇപ്പോൾ സമയം 6:40 ഉണ്ടോ. മൈസൂർ സ്റ്റേഷൻ ഇങ്ങനെ തിരക്കായി വരികയാണ്. ഒരു പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ് ഇവിടെ മൈസൂർ നമ്മുടെ സ്റ്റേഷൻ. ആ ഒരു ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. നമ്മൾ ആ ഭാഗത്തൂടെയാണ് ഉള്ളിലോട്ട് കയറിയത്. അവിടെയാണ് നമ്മൾ ഇത്രയേറെ റെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നേരെ പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിൽ വരാമെന്നാണ് പറഞ്ഞത്. ഉള്ളിലോട്ട് വരില്ല പോലും. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നടക്കാം. പുള്ളി അവിടെ വന്നിട്ട് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അന്ന് നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റാണ് ഇവിടെ. നല്ല ക്ലൈമറ്റാണ്, നല്ല വൃത്തിയാണ്, എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നത് രാവിലെ. പക്ഷേ ഇവിടെ 7:30 ആവും തുറക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അവിടെയാണ് നമ്മുടെ കടയുള്ളത്. ഇവിടുത്തെയൊക്കെ കുറേ പഴയ കടകളും അവിടെ കണ്ടോ. അതൊക്കെ ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കാത്തിരുന്ന് 7:30 ആയപ്പോൾ തന്നെ നേരെ ഹോട്ടലിലോട്ട് അങ്ങ് കയറി ചെന്നു. അപ്പം തുറന്നിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കാഴ്ച. ഓരോന്നിൻ്റെ വിലയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മൈസൂർ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയൊരു കടയാണിത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഇലകൾ കണ്ടോ? ഈ ഇലയിലാണ് നമുക്കിവിടെ ഭക്ഷണം കിട്ടുക. ഇവിടെ പ്ലേറ്റ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ഇതാ ഇവിടെയാണ് അവർ നമ്മുടെ മുന്നിൽ തന്നെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞു കടയാണ്. അവിടെ ദൈവങ്ങളുടെ ഫോട്ടോയും നടുക്കിരിക്കുന്നത് വടയാറാണല്ലോ മൈസൂരിൻ്റെ രാജാവ്. ഈ ഒരു കുഞ്ഞു കടയിൽ വളരെ രുചിയോടുകൂടി ഭക്ഷണം കിട്ടുമെന്നാണ് കേട്ടത്. എന്താ നമ്മുടെ ഭക്ഷണം വന്നു. ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ദോശയുടെ കൂടെ ഒരു പരിപ്പ് വട കൂടെ വാങ്ങിച്ചു. ദോശയുടെ കറിയാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ അടിപൊളി ദോശയാണ് കേട്ടോ. നമുക്ക് ഈ കറിയൊന്നും വേണ്ട, സൂപ്പർ. വെറുതെ കഴിക്കാൻ പറ്റും, കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇവിടെ വന്ന് കഴിച്ചു നോക്കാം, അടിപൊളിയാണ്, സൂപ്പർ. നമ്മൾ ദോശ കഴിച്ചു, ഒരു ഇഡ്ഡലി കൂടി വാങ്ങിച്ചാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, അടിപൊളി. അപ്പോൾ നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ മൈസൂർ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് അവിടുത്തെ ദോശ ട്രൈ ചെയ്യണം. നമുക്ക് ചട്നിയോ കറിയോ ഒന്നും വേണ്ട, വെറുതെ കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇത്ര ടേസ്റ്റായിട്ടൊരു ദോശ ഈ അടുത്ത കാലത്ത് എന്തായാലും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ മൈസൂർ വരുമ്പം അവിടെ കയറി അവിടുന്ന് ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് ആ ഒരു കട. അപ്പം മൈസൂർ നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ കയറിയിട്ട് ഒന്ന് ദോശ ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ ചെറിയ കടയാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഭക്ഷണം. നമ്മൾ കാണുമ്പം ചെറിയ കടയായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു വ്യത്യസ്തമായ സ്റ്റൈലിലും കൂടിയാണ് അവരത് സെർവ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു ഇലയിലൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ
വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്പോട്ടിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. രാവിലെ തന്നെ ഇതിലൂടെ പശുക്കളൊക്കെ പോകുന്നതുണ്ടോ, ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. ഇവരാരെയും ഉപദ്രവിക്കൊന്നുമില്ല, ഇവരെയും ആരും ഉപദ്രവിക്കൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ പോകുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. മൈസൂരിനോട് ചേർന്ന് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കാണപ്പെടുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. എന്തൊക്കെയാണ് ഇതെന്നല്ലേ, നമുക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മൈസൂർ ടൗണിൽ യാത്ര ചെയ്യാനുണ്ട് ക്ഷേത്രത്തിലോട്ട്. അത് മൈസൂർ ടൗണിൻ്റെ അകത്തായിട്ടല്ല, ടൗൺ കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ കുന്നിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ക്ഷേത്രത്തിലോട്ടുള്ള യാത്രയിൽ നമ്മൾ റോഡ് സൈഡിലായിട്ട് ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മൈസൂർ നഗരത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ ഓട്ടോറിക്ഷയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം നടന്നു പോകണം. ഇവിടുന്ന് ക്ഷേത്രത്തിലോട്ട് നടക്കുന്നൊരു വഴിയാണിത്. ഈ റോഡിൽ അവിടെ ആ ഭാഗത്തായിട്ട് ഗേറ്റ് ഉണ്ട്. അവിടെ വരെ വാഹനങ്ങൾ അലോ ചെയ്യുന്നുള്ളൂ. ഇവിടെയും കുറേ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു പാസ് എടുത്തിട്ടോ മറ്റോ വരുന്നതായിരിക്കണം. ബാക്കി വാഹനങ്ങളൊക്കെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ താഴെ വരെ ബ്ലോക്കായിരിക്കും എന്നാ. ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല, എന്നാലും ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം തിരക്കുണ്ട് എന്നൊക്കെ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു മഹിഷാസുരൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. മഹിഷാസുരന് ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ എന്താണ് ബന്ധം എന്നല്ലേ പറഞ്ഞുതരാം. പണ്ട് മഹിഷാസുരൻ തപസ് ചെയ്തിരുന്നത് ഈ ഒരു ചാമുണ്ഡി ഹിൽസിലായിരുന്നു. അന്ന് ഇവിടെ വന്നിട്ടാണ് ഈ ചാമുണ്ടേശ്വരി ദേവി ഈ മഹിഷാസുരനെ വധിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് പറയാം. നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരുപാട് പ്രസാദവും മറ്റും, അതായത് നമുക്ക് ദേവിക്ക് നേദിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ, തേങ്ങ, മാല ഇതൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ കാണാം. കുഞ്ഞു കുഞ്ഞു കടകളാണ്. അവിടെയൊക്കെ വന്നിട്ട് ആളുകൾ പൂക്കൾ വാങ്ങിക്കുന്നുണ്ട്, പ്രസാദമായിട്ട് കൊടുക്കേണ്ട ഇങ്ങനത്തെ മാലകളും അതും ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത്ര തിരക്കൊന്നും കുറവില്ല. അയാൾ പറഞ്ഞത് ഞായറാഴ്ച നല്ല തിരക്കായിരിക്കുന്നതാണ്. ഇന്ന് തന്നെ ഇത്ര തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത്. ഞായറാഴ്ചത്തെ തിരക്ക് നമുക്ക് ഊഹിക്കാമല്ലോ. കൂടുതലായിട്ടും ഇവിടുത്തുകാർ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ചാമുണ്ടേശ്വരിയാണ് പ്രതിഷ്ഠ. ചാമുണ്ടേശ്വരീനെ ഇവിടുത്തെ, അതായത് കർണാടകക്കാർ വിളിക്കുന്നത് നാദദേവി എന്നാണ്. നാദദേവി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ദേവത എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടെത്തി. നമുക്ക് ഇവിടുന്ന് ആ ഗോപുരം കാണാം. വളരെ ഭംഗിയായിട്ട് ദേവിമാരെയൊക്കെ കൊത്തി വെച്ചിട്ട് കാണുമ്പം തന്നെ നമ്മളിങ്ങനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗോപുരമാണ്. അത് ശ്രീകോവിലിൻ്റെ നേരെ മുകളിലായിട്ടാണ് ആ ഒരു ഗോപുരം സ്ഥിതി ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അല്ല നമ്മുടെ ക്ഷേത്രത്തിലോട്ട് കടക്കുന്ന ഭാഗത്തായിട്ടാണോ എന്നറിയില്ല. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാർക്കിങ്ങൊക്കെ കാണാം. ഇവിടെയും ഒരുപാട് പൂക്കളും അവിടെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസാദമൊക്കെ നമുക്ക് അകത്തോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള കടകളൊക്കെ കാണാം. അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ വേറെ കടകളൊന്നും ഇവിടെ അങ്ങനെ കാണാനില്ല. ഒക്കെ ഇത്തരത്തിൽ അകത്തോട്ടുള്ള പ്രസാദങ്ങൾ വിൽക്കുന്ന കടകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത്. ഇതുവഴി നേരെയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തോട്ട് പോകേണ്ടത്. നമുക്കിനി അവിടെ എത്തിയിട്ട് മുൻഭാഗത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലാവും ശ്രീകോവിലിന് താഴെയാണോ അല്ല ക്ഷേത്രത്തിലോട്ട് കടക്കുന്ന ഒരു ഭാഗത്തായിട്ടാണോ ഗോപുരം വരുന്നത് എന്നൊക്കെ. ഇവിടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഗോപുരം വരുന്നത് ക്ഷേത്രത്തിലോട്ട് കയറുന്ന കവാടം പോലെ ആയിട്ടാണ്. ഞാൻ വിചാരിച്ചത് ശ്രീകോവിലിന് മുകളിലായിട്ടായിരിക്കുമോ എന്നായിരുന്നു. അല്ല, അങ്ങനെയല്ല. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ. ഇവിടെ ഒരാൾ തേങ്ങ കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. സമുദ്രനിരപ്പിന്ന് ഏകദേശം 3300 അടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 18 ശക്തിപീഠങ്ങളിലൊന്നു കൂടിയാണ് ഈ ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ മഹിഷാസുരൻ്റെ സ്ഥലം, മഹിഷാസുരൻ താമസിച്ചിരുന്ന സ്ഥലം, അല്ലെങ്കിൽ മഹിഷാസുരൻ്റെ ഊര് എന്ന് നമുക്ക് തമിഴിൽ പറയാം. അങ്ങനെ മഹിഷാസുരൻ്റെ ഊരായിരുന്ന പ്രദേശമാണ്
പിന്നീട് മഹിഷു ഊരായി. അത് പിന്നീട് പറഞ്ഞ് ചുരുങ്ങിയാണ് മൈസൂരായി മാറിയത് എന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം കർണാടകക്കാരുടെ സംസ്ഥാന ദേവിയുടെ ക്ഷേത്രം കൂടിയായത്. അപ്പോൾ ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത് കർണാടകക്കാരുടെ സംസ്ഥാന ദേവിയാണ്. അങ്ങനെ സംസ്ഥാന ദേവിയുടെ ക്ഷേത്രം ആയതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിന് മൈസൂർ എന്നുള്ള പേര് വന്നതിൻ്റെ പുറകിലും മഹിഷാസുരനുണ്ട്. ആ മഹിഷാസുരനെ ദേവി വധിക്കുന്നത് ഈ ഒരു ചാമുണ്ടി മലയിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം വന്നതും. ഇതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നല്ല തിരക്കാണ് അകത്തൊക്കെ. ആ തിരക്കെന്ന് മാത്രമല്ല, അത് കൂടുതലും ഒരു 70-80% കർണാടകക്കാർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് മലയാളികളെ ആരെയും കണ്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. നിങ്ങൾ മൈസൂർ വരുന്ന സമയത്ത് മൈസൂർ എന്നുള്ള പേരിന് പോലും ആധാരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ വരിക, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നോക്കി ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുമോ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. നല്ല തിരക്കാണ്. ഉള്ളിൽ എന്തായാലും കയറാൻ പറ്റില്ല. 3-4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അതിനെന്തായാലും ഇപ്പം നിവൃത്തിയില്ല. നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും ഇവിടെ വരാം, ഉള്ളിലൊക്കെ കയറാം. ഇവിടെ ആയിട്ട് വരണം. നമുക്ക് ഇന്ന് ഒരു ദിവസം മാത്രമേ മൈസൂരുള്ളൂ. അപ്പം കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി നേരെ പുറത്തോട്ട് പോവാം. മഹിഷാസുരനിൽ നിന്നാണ് ആ ഒരു പേര് മൈസൂരിന് കിട്ടിയതെങ്കിൽ അതിന് മുന്നേ എന്തായിരിക്കും ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? ഈ ഒരു പ്രദേശം പണ്ടറിയപ്പെട്ടിരുന്നത് ക്രൗഞ്ചപുരി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ക്രൗഞ്ച പീഠം എന്നുകൂടെ വിളിക്കാറുണ്ട്. നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നത് ബസ്സിലാണ്. ബസ്സിൽ കയറി ഇവിടെ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ബസ്സിലോട്ട് കയറി ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ താഴെ മൈസൂർ ടൗണിൽ പോയിട്ട് ഇറങ്ങാം. നമ്മളിത് ആ ബസ്സിന് നേരെ ഇവിടെ സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് ജഗൻമോഹൻ പാലസിലോട്ടാണ്. അത് ഈ വഴി നേരെ ഒരു 400 മീറ്റർ ദൂരേ ഉള്ളൂ. അപ്പം നമുക്ക് നടക്കാം. ഇവിടെ കാണുന്ന ഈ ഭാഗമൊക്കെ ഇല്ലേ, ഇതൊക്കെ പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ബിൽഡിങ്ങുകൾക്കൊക്കെ ഉള്ളത്. നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ഒരാൾക്ക് അകത്ത് കയറി കാണാൻ വേണ്ടിയിട്ട് 75 രൂപയാണ് വേണ്ടത്. ഇവിടെ ഈ കാണുന്ന ബസ്സുകളൊക്കെ ഇത് കാണാൻ വന്നവരായിരിക്കണം. വെക്കേഷൻ ടൈം ആണല്ലോ. പിന്നെ ജഗൻമോഹൻ കൊട്ടാരം എന്നുള്ളത് ഇതിൻ്റെ പഴയ പേരാണ് കേട്ടോ. ഇപ്പം ഈ ഒരു കൊട്ടാരം അറിയപ്പെടുന്നത് ജയചാമരാജേന്ദ്ര ആർട്ട് ഗ്യാലറി എന്നാണ്. അതാണ് ഇപ്പം നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ട്രക്ചർ അറിയപ്പെടുന്ന പേര്. ഇത് സത്യത്തിൽ മൈസൂർ രാജാവിൻ്റെ ഒരു ബദൽ രാജകീയ വസതിയായിരുന്നു. അതായത് മൈസൂർ രാജാക്കന്മാർ ഇവിടെ കൊട്ടാരത്തിൽ എന്തെങ്കിലും പണിയൊക്കെ നടക്കുന്ന സമയങ്ങളിലൊക്കെ വന്ന് താമസിച്ചിരുന്ന ഒരു ചെറിയ കൊട്ടാരമായിരുന്നു നമ്മൾ ഈ കാണുന്നത്. ഇന്നിത് ആർട്ട് ഗ്യാലറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൈസൂർ കൊട്ടാരത്തിന് 200 മീറ്റർ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1856 ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അങ്ങനെ 1861 5 വർഷം കൊണ്ട് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കി. ഇപ്പം മൈസൂരിൽ കാണുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ആധുനിക നിർമ്മിതി കൂടിയാണ് ഈ പറയുന്നൊരു ജഗൻമോഹൻ കൊട്ടാരം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട മൈസൂർ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കൊട്ടാരത്തിൽ എന്തെങ്കിലും പണികളൊക്കെ നടക്കുന്ന സമയത്താണ് പ്രധാനമായിട്ടും രാജാക്കന്മാർ ഈ കാണുന്നൊരു കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഇവിടെ ആ രാജാക്കന്മാർ താമസിച്ചത് 1897 എന്നാണ് ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ആ സമയത്ത് ആ ഒരു കൊട്ടാരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് അത് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു പോലും. അപ്പം ആ സമയത്ത് രാജാക്കന്മാർ അവസാനമായിട്ട് ഈ ഒരു കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. അതിന് ശേഷം പിന്നെ രാജാക്കന്മാരാരും ഇവിടെ താമസിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ആർട്ട് ഗ്യാലറിയുടെ ഉള്ളിലെ കാഴ്ചകളാണ്. നമുക്ക് ഈ ഒരു ആർട്ട് ഗ്യാലറിയിൽ ഈ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പെയിൻറ്റിങ്ങുകൾ, കൂടുതലായിട്ട് രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ ഇവിടെ പണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഫോട്ടോസ്, പിന്നെ മൈസൂരിൽ ജനിച്ച് വളർന്ന് ലോകപ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കൊട്ടാരത്തിൽ വന്നാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഫർണിച്ചറുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഇന്നത്തെ കാലത്ത് പോലും ഇത്തരത്തിലൊന്ന് നിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യം തന്നെ പറയാം. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള കൊത്തുപണികളോട് കൂടിയ ഇതൊക്കെ എങ്ങനെയായിരിക്കും നിർമ്മിച്ചത് എന്ന് ശരിക്കും ഇതൊക്കെയാണ് നമ്മുടെ അത്ഭുതം. നമ്മുടെ പൂർവികർ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെയൊക്കെ വന്നത് കാണുമ്പോഴാണ്
നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൗഢി ആ കാലഘട്ടത്തിൽ ഓരോ നാട്ടുരാജാക്കന്മാരും അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെങ്ങനെയായിരുന്നു ആളുകളെ കണ്ടിരുന്നത്, ജനങ്ങളും അവരായിട്ടുള്ള ബന്ധം എത്രത്തോളമായിരുന്നു. സത്യത്തിൽ മൈസൂർ എന്ന് പറയുന്നത് വൊഡയാർ രാജാക്കന്മാരുടെ രാജ്യം തന്നെയാണ്. അവരാണ് ഈ ഒരു മൈസൂരിനെ ഇങ്ങനെ നിർമ്മിച്ചെടുത്തത്. നമ്മൾ കാണുന്ന മൈസൂരിലെ ഓരോ കാര്യങ്ങളും അന്ന് അവർ നിർമ്മിച്ചത്. നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി പറയുന്നത് പോലെ മൈസൂരിൻ്റെ രാജാക്കന്മാരാണ് വൊഡയാർ രാജവംശം. നിങ്ങൾ ഈ ഒരു കൊട്ടാരം കണ്ടിട്ടില്ലെങ്കിൽ ഇനി മൈസൂർ വരുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ ഒരു കൊട്ടാരത്തിലോട്ട് വരണം. ഇവിടെയുള്ള ഈ ആർട്ട് ഗാലറി കാണണം, നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്ന ചുമർ ചിത്രങ്ങൾ. ഇത് കാണുന്ന സമയത്ത് നമ്മളിതിൽ സൂക്ഷിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. വ്യത്യസ്ത നിറങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ആ നിറങ്ങൾക്ക് വേണ്ടി എന്തായിരിക്കും ഉപയോഗിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പച്ചക്കറികളിൽ നിന്ന് എടുക്കുന്ന നിറങ്ങളാണത്രേ നിറങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മനോഹരമായ ചിത്രങ്ങൾ, അതിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുണ്ട്. പണ്ട് കാലത്ത് ഇവിടുത്തെ രാജാക്കന്മാർ കളിച്ചിരുന്ന ഒരുപാട് ഗെയിമുകൾ, അതിൻ്റെ വിവരങ്ങളുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ, പിന്നെ ദസറയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിൽ ഓരോ ചുമരിലും വരച്ചു വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ്. അകത്ത് പല ഭാഗങ്ങളിലും നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി സാധിക്കാതിരുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങളിവിടെ വരണം, ഇതൊക്കെ കാണണം. നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് ഇവിടെയുള്ള റെയിൽ മ്യൂസിയത്തിലോട്ടാണ്. എനിക്കവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടെ വീഡിയോഗ്രാഫി നമുക്ക് പല ഭാഗങ്ങൾ അലൗഡ് അല്ല. പിന്നെ നമ്മളവിടെ ഒരു ചേട്ടനടുത്ത് ചോദിച്ചിട്ടാണ് കുറച്ചെങ്കിലും കിട്ടിയത്. നിങ്ങൾ നേരിട്ട് വരിക, അവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുക. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇവിടെ കൃഷ്ണരാജസാഗർ റോഡിലുള്ള ഒരു റെയിൽ മ്യൂസിയത്തിലോട്ടാണ്. നമുക്കവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ ഈ ഒരു റെയിൽ മ്യൂസിയത്തിലോട്ട് എത്തി. 1979 ഈ ഒരു റെയിൽ മ്യൂസിയം സ്ഥാപിക്കുന്നത്. നമുക്കിവിടെ അകത്ത് വിവിധ തരത്തിലുള്ള റെയിലിൻ്റെ എഞ്ചിനുകൾ, തീവണ്ടിയുടെ ഭാഗങ്ങൾ, പിന്നെ ഒരു ഗാലറി ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ട്രെയിൻ റൈഡ് കൂടെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്ത് ചെയ്യാൻ വേണ്ടി. ഇവിടെ കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ പ്രതിമ നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ആവി എഞ്ചിനാണ്. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആവിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു എഞ്ചിൻ്റെ കുഞ്ഞു ഭാഗം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചതാണ്. പണ്ട് കാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു എഞ്ചിനായിരുന്നു. ഇതും എനിക്ക് തോന്നുന്നു ആവിയിൽ പ്രവർത്തിച്ചതായിരിക്കണം. അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ബോഗി കൂടെ ഉണ്ട്. ഇത്തരത്തിൽ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ച വ്യത്യസ്ത തരത്തിലുള്ള എഞ്ചിനുകളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ മറ്റൊരു ട്രെയിനിൻ്റെ ഭാഗം എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ സീറ്റിംഗ് ഒക്കെ നോക്ക്. പല വെറൈറ്റിയിലുള്ള പണ്ടത്തെ കാലത്ത് ഓരോ ടൈപ്പ് ട്രെയിനിൻ്റെ ഭാഗങ്ങളും എൻജിനുകളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും മൈസൂർ വന്നാൽ ഈ ഒരു റെയിൽ മ്യൂസിയം. അതുപോലെ ഇത് ക്രെയിൻ പോലെ വേറെ എന്തോ ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഇതൊക്കെ സദേൺ റെയിൽവേൻ്റെതാണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു മ്യൂസിയത്തിനകത്ത് ചെറിയൊരു കോഫി കോർണർ ഉണ്ട്. അതും സെറ്റ് ചെയ്തിരിക്കുന്നത് പഴയൊരു ബോഗിയുടെ അകത്തായിട്ടാണ്. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്ത് കോഫി കുടിക്കുന്നത് പോലൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേഷൻ കണ്ടോ, ഇത് വെറുതെ വെച്ചതല്ല. ഇവിടെ നിന്നൊരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ കുഞ്ഞ് ട്രെയിന്. അത് ഈ ഒരു സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ഈ ഒരു മ്യൂസിയത്തിൽ ചുറ്റി വീണ്ടും ഈ സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റൊന്നും എടുക്കണ്ട. നമ്മുടെ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ അതിവിടെ കാണിച്ചാൽ മതി. അങ്ങനെ ഞാനും ഇതിൽ കയറിയിരുന്നു. അപ്പോൾ നമ്മളിവിടെ റെയിൽ മ്യൂസിയത്തിൻ്റെ അകത്തൊരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോൺ അടിച്ചതാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു.
അങ്ങനെ നമ്മളെ ആ കുഞ്ഞ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഈ കാണുന്നതൊക്കെ ട്രെയിനിൻ്റെ അടിഭാഗമാണ്, അതായത് ട്രെയിനിൻ്റെ ചക്രം വരുന്ന ഭാഗം. പിന്നെ അവിടെയായിട്ട് ഒരു ഇൻസ്പെക്ഷൻ കാറുണ്ട്, അതായത് നമ്മുടെ ട്രാക്കും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലാണ് ആൾക്കാർ പോവുക. പിന്നെ ഈ കാണുന്നത് പണ്ടത്തെ ഒരു റെയിൽവേ കോച്ചാണ്. ഒരു വെറും റെയിൽവേ കോച്ചല്ല, പണ്ട് കാലങ്ങളിലെ VVIP പാസഞ്ചേഴ്സ് ഉപയോഗിച്ചിരുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു റെയിൽവേ കോച്ചാണിത്. ഇവിടെ വേറൊരു ലോക്കോമോട്ടീവ് പ്രിസർവ് ചെയ്ത് കണ്ടോ? ഇതൊക്കെ പല കാലങ്ങളായിട്ട് ഉപയോഗിച്ച പല ടൈപ്പ് ലോക്കോമോട്ടീവ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു റെയിൽവേ ഫാൻ ആണെങ്കിൽ മസ്റ്റായിട്ട് മൈസൂർ വരുന്ന സമയത്ത് ഈ ഒരു റെയിൽവേ മ്യൂസിയത്തിൽ വരണം. ഇനി റെയിൽവേ ഫാനൊന്നും അല്ലെങ്കിലും നമ്മളെ റെയിൽവേ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് കാണുക എന്ന് പറയുന്നത് രസമല്ലേ? പിന്നെ ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. എൻജിൻ ഈ ഒരു സർക്കിളിലോട്ട് കയറ്റി നിർത്തും, എന്നിട്ട് ഈ സർക്കിൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ടോയ് ട്രെയിൻ വിശ്രമമൊന്നുമില്ലാണ്ട് അടുത്ത ആളുകളെയും കൊണ്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോക്കോമോട്ടീവാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള. ഇവിടെ നിങ്ങൾ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. പണ്ട് കാലങ്ങളിൽ റെയിലിലൂടെ യൂസ് ചെയ്തിരുന്ന ഒരു മോട്ടോർ കാറാണ്. അതായത് റോഡിലൂടെയല്ല, പണ്ട് റെയിലിൽ കൂടെയും മോട്ടോർ കാർ ഓടിച്ചിരുന്നു. നമ്മുടെ ടോയ് ട്രെയിൻ അതുവഴി വരുന്നുണ്ട്. ഇതാ ഇതിലാണ് നമ്മൾ നേരത്തെ കയറിയത്. പണ്ട് റെയിൽവേ ഗേറ്റിലൊക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു റെയിൽവേ ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഡെമോ സഹിതം ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെയുള്ള വേറൊരു ടൈപ്പ് കോച്ചാണ്. ഇങ്ങനെ പല ടൈപ്പ് കോച്ചുകളും എൻജിനുകളും ഒക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പണ്ട് കാലത്തുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് അവിടെ ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇവിടെ ഈ റെയിൽ മ്യൂസിയത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇനി മൈസൂർ വരുന്ന സമയത്ത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഈ റെയിൽ മ്യൂസിയം കൂടി ഒന്ന് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഒരു പഴയ സോഡ ഫാക്ടറിയിലോട്ടാണ്. ഇപ്പോൾ അവിടെ സോഡയൊന്നും നിർമ്മിക്കുന്നില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇത് പണ്ടത്തെ ഒരു സോഡ ഫാക്ടറിയാണ്, പക്ഷേ ഇപ്പം നമുക്കിവിടെ വളരെ ടേസ്റ്റോട് കൂടി ഒരു ഫ്രൂട്ട് സലാഡ് കിട്ടും. മൈസൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ കൂടെ ട്രൈ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഈ ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ച് നോക്കിയിട്ട് പറയാം. എന്നിട്ടല്ലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് വന്നു. ഇനി ഒന്ന് കഴിച്ച് നോക്കാം. ഇതാണ് ആ ഒരു കട, ഓർമ്മിച്ച് വെച്ചോളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പാലസിലോട്ടാണ്. ആയിരിക്കില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അവർ സെർവ് ചെയ്യുന്നതൊക്കെ നല്ല വൃത്തിയിലും കാര്യങ്ങളും കൂടിയാണ്. ഇനി നമുക്ക് ഇവിടെ നേരെ മാർക്കറ്റാണ്. ഇവിടെയുള്ള മൈസൂർ പാലസിലോട്ടാണ്. നമ്മൾ അവിടെ മാത്രം പോയിട്ടില്ലല്ലോ, ഇവിടുത്തെ ഏറ്റവും പ്രധാനം അതല്ലേ. നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ ഒടുവിൽ മൈസൂരിൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് പെട്ടെന്ന് കടന്നു വരുന്ന ആ ഒരു മൈസൂർ പാലസിൻ്റെ മുന്നിലോട്ട് നമ്മളെത്തി. ഇനി നമുക്ക് അകത്ത് കയറണം. മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണണം. പിന്നെ നമുക്കിവിടെ എൻട്രി ടിക്കറ്റ് 2 രീതിയിൽ എടുക്കാം. ഒന്നിവിടെ കൗണ്ടറിൽ വന്നിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാമല്ലോ. നമ്മൾ ഈ അകത്തോട്ട് കയറി വരുന്ന ഭാഗത്തിന് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കൊട്ടാരത്തിലോട്ട് പോകുന്ന ഭാഗമുള്ളത്. നമുക്ക് പതിയെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വഴി കൂടെ കയറി അകത്തോട്ട് പോവാം. നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ തണലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അടിപൊളി ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. കാണാൻ വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരമാണ് മൈസൂർ പാലസ്. ഞാൻ മുന്നേ 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്.
പക്ഷെ എനിക്ക് ഉള്ളിൽ വീഡിയോഗ്രാഫി അലോഡാണോ അല്ലയോ എന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതാണ്. ഇനി ഉള്ളിലോട്ട് കയറി നോക്കാം. അവസ്ഥ അറിയില്ല. പറ്റുവാണെങ്കിൽ നമുക്ക് ഉള്ളിൽ മുഴുവൻ കാണാം, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്തായാലും നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. അപ്പം സൺഡേ ഒക്കെ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മൈസൂർ ഭരിച്ചിരുന്ന വൊഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതി കൂടിയാണ് ഈ ഒരു കൊട്ടാരം. നമ്മളൊക്കെ ഇതിനെ മൈസൂർ കൊട്ടാരം എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇവിടുത്തുകാർ, അതായത് മൈസൂരുകാർ ഈ ഒരു കൊട്ടാരത്തിനെ വിളിക്കുന്നത് അംബാവിലാസ് എന്നാണ്. മൈസൂർ അറിയപ്പെടുന്നത് തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ്. ശരിക്കും 14-ാം നൂറ്റാണ്ടുകളിലൊക്കെയാണ് ആദ്യമായിട്ട് വൊഡയാർ രാജാക്കന്മാർ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അതിനുശേഷം പല കാലങ്ങളിലായിട്ട് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നിർമ്മിച്ചു, വീണ്ടും തകർക്കപ്പെട്ടു. അങ്ങനെ ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1912-ലാണ് ഈ കാണുന്ന ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. വീണ്ടും ഇതിനോട് ചേർന്ന് കെട്ടിടങ്ങളൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന കൊട്ടാരം 1940 പൂർത്തിയാക്കിയ ഒരു സ്ട്രക്ചറാണ്. ഇത്ര മനോഹരമായ ഒരു കൊട്ടാരമായതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. ഒരു വർഷത്തെ തന്നെ 27 ലക്ഷം പേര് ഈ ഒരു കൊട്ടാരം സന്ദർശിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു കൊട്ടാരത്തിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് പ്രവേശന ഫീസ് വരുന്നത്. വിദേശികൾക്ക് 1000 രൂപയും. പിന്നെ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളതില്ലേ, ഇൻഡോസ് ആർസനിക് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വാസ്തുശൈലിയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം ഇങ്ങനെയുള്ള വാസ്തുവിദ്യകളുടെയൊക്കെ ഒരു സങ്കര രൂപമായിട്ടാണ് ഇൻഡോസ് ആർസനിക് വാസ്തുവിദ്യ അറിയപ്പെടുന്നത്. മാർബിളിലാണ് കൂടുതലായിട്ട് നിർമ്മിച്ചത്. പിന്നെ നമുക്ക് ഒരു ഇസ്ലാമിക ശൈലിയിലുള്ള അർദ്ധകുംഭങ്ങളോട് കൂടിയിട്ടുള്ള പിന്നെ മന്ദിരം കാണാം. പിന്നെ കൊട്ടാരത്തിന് ചുറ്റും വലിയൊരു ഗാർഡൻ ഉണ്ട്. ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഹെൻറി ഇർവിൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. ഇനി ഈ കൊട്ടാരത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ചിത്രപ്പണികളും ചെയ്തിട്ടുള്ളത് രാജാ രവിവർമ്മ കൂടിയാണ്. അത്ര മനോഹരമായിട്ട് ഒരുപാട് വാസ്തുവിദ്യ ശൈലികളുടെ ഒരു സങ്കര ഇനമായിട്ട് വളരെ ഭംഗിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ വർഷവും മൈസൂർ ദസറ നടക്കുന്ന സമയത്ത് ആ ഒരു മൈസൂർ ദസറ ഉത്സവത്തിൻ്റെ പ്രധാന വേദി ഈ ഒരു മൈസൂർ കൊട്ടാരമാണ്. അതുപോലെ ഇവിടുത്തെ കുക്കായിരുന്ന കാകസുര മാടപ്പ എന്ന് പറയുന്ന ഒരാൾ നിർമ്മിച്ചിരുന്ന ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് കാണുന്ന മൈസൂർ പാക്ക്. അപ്പം മൈസൂരിൻ്റെ ഒരു ട്രേഡ് മാർക്ക്, അല്ലെങ്കിൽ മൈസൂരിൻ്റെ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നൊരു കൊട്ടാരം. ഈ ഒരു കൊട്ടാരത്തിനുള്ളിലോട്ട് കയറിയാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, കുറേയൊക്കെ വരച്ചതാണ്, കുറേ ആ കാലഘട്ടങ്ങളിൽ എടുത്ത ചിത്രങ്ങളുണ്ട്. കൂടുതലും ഓരോ കാലഘട്ടങ്ങളിൽ മൈസൂർ ഭരിച്ചിരുന്ന വൊഡയാർ രാജാക്കന്മാർ ആരൊക്കെയാണ്, അവരുടെ കുടുംബാംഗങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ട് ഗാലറി പോലെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കൂടിയായിരിക്കണം നല്ല തിരക്കാണ് കൊട്ടാരത്തിനകത്ത്. ഒരുപാട് പേര് ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവിടെയും മലയാളികൾ കുറവാണ്. ഓരോന്നും ഇവിടെ ഇങ്ങനെ വളരെ ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര ഭംഗിയോടെയാണ്, ഇത്രയും ഭംഗിയായിട്ട് ആ കാലഘട്ടത്തിൽ. ഇതൊക്കെ ഒരു ഉപകരണങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് നിർമ്മിച്ചവയാണ്. ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ ഒരു നടുമുറ്റാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന നാലുകെട്ടുകൾ പോലെ ഒരു നടുമുറ്റത്തോടു കൂടിയാണ് ഈ ഒരു കൊട്ടാരവും നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന നിലത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി കണ്ടോ? അതേപോലെ ചുമരുകൾ, അതേപോലെ ഈ മുകൾ ഭാഗത്തുള്ള വർക്കുകൾ, ഇതൊക്കെ ഏത് കാലത്ത് ചെയ്തതാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഇന്ന് പോലും ഇതുപോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഭംഗിയിലൊന്നും നിലത്തും ഈ ചുമരിലും ഒന്നും ചെയ്യാൻ പറ്റുന്നു. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കണ്ണാടികൾ, പിന്നെ ഗ്ലാസ്സിലും വെള്ളിയിലൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള സിംഹാസനങ്ങൾ, അതൊക്കെ വളരെ ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വാതിലുകളിലൊക്കെ ചെയ്തിരിക്കുന്ന കൊത്തുപണികൾ, എന്തോ ഒരു കൊമ്പ് അവിടെ വെച്ചിട്ടുണ്ട്, കാളക്കൊമ്പാന്ന് തോന്നുന്നു. കണ്ടോ, ഈ വാതിലുകളൊക്കെ ഗണപതിനെയും സരസ്വതി ദേവിനെയും ഒക്കെ കൊത്തി വെച്ചിട്ട് എത്ര ഭംഗിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചത്. ആ വാതിലിൻ്റെ ഒരു 2 പോളകളൊക്കെ കണ്ടോ, വളരെ ഭംഗിയിൽ നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകും. ഇത് വൊഡയാറുടെ ഒരു ശില്പമാണ്.
ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ 12-ലേറെ ക്ഷേത്രങ്ങളും ഉണ്ട്. അതിൽ പലതും 14-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ചതാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കൊട്ടാരം മുന്നേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് പല കാലഘട്ടങ്ങളിൽ അത് തകർക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊട്ടാരമാണ് അവസാനമായിട്ട് നിർമ്മിച്ചതെന്നേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് സോമേശ്വര ക്ഷേത്രം. നമ്മളിങ്ങോട്ട് കയറി വരുമ്പം കണ്ടില്ല, അതൊരു ശിവക്ഷേത്രമാണ്. പിന്നെ ലക്ഷ്മീനാരായണ ക്ഷേത്രം, ശ്വേതവരാഗസ്വാമി ക്ഷേത്രം, അങ്ങനെ ചെറുതും വലുതുമായിട്ട് 12 ക്ഷേത്രങ്ങൾ ഇന്ന് ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പിന്നെ ഞാൻ എത്ര വർണ്ണിച്ചാലും നിങ്ങളിവിടെ വന്ന് ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം പറഞ്ഞു തരുന്ന എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കണ്ട് ആസ്വദിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ വന്ന് കാണണം, എന്തായാലും വന്ന് കാണണം. മൈസൂർ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്തെങ്കിൽ പോലും നിങ്ങളിങ്ങോട്ടൊക്കെ ഒന്ന് വരിക. ഈ മനോഹരമായിട്ടുള്ള കൊട്ടാരവും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. നമ്മൾ അറിയണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിലും നമ്മൾ അറിയണ്ടേ. അപ്പം വന്ന് കാണുക, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് പോവുക എന്നുള്ളൊരു പ്രയോഗമില്ലേ, അത് സത്യമാണെന്നൊക്കെ മനസ്സിലാവുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുന്ന സമയത്താണ്. അങ്ങനെ നമ്മൾ അകത്തുനിന്ന് അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ടിറങ്ങി നമുക്കിനി ഈ ഒരു വഴിയാണ് നേരെ പുറത്തോട്ട് പോവേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് 12ഓളം ക്ഷേത്രങ്ങളുണ്ട് എന്ന്. അതിലൊരു ക്ഷേത്രമാണ് ഇതാ നിങ്ങൾ ഈ എൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. ഞാനിപ്പം അകത്തോട്ട് കയറുന്നില്ല. ഇതിനകത്ത് കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് തന്നെ ഉണ്ട്. നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തോട്ട് പോവാം. നമ്മളെ അവിടെ പാലസിൽ പോയി വന്ന ശേഷം ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം നല്ല വെയിലായിരുന്നു, അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ വെയിലത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പുറത്തോട്ടൊന്നും പോയില്ല. അപ്പം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ ഇത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്തു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇപ്പം അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. അതിന് നല്ലൊരു സ്പോട്ട് ഉണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ, മൈസൂർ ഏറ്റവും നല്ല മസാല ദോശ എവിടെയാണ് കിട്ടുക എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ഇവിടെ ഇവരിങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നത് അവർ ഫോട്ടോ എടുത്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു കടയാണ്. അങ്ങനെ എൻ്റെ മസാല ദോശ വന്നു. നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ടൊക്കെ പറയാം. നമ്മൾ ഒന്നല്ല 2 ദോശ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നിയും അതിലെ മസാല നമ്മുടെ മസാല ദോശ പോലെ അല്ല കേട്ടോ. അതിൽ ഉള്ളിയുടെ ഒരു ടൈപ്പ് മസാല ഉണ്ടായിരുന്നത്. അതുപോലെ ചട്നിയൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ. അതിൽ വെണ്ണയൊക്കെ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് തരുന്നത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ പറയുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ ആ ഒരു നമ്മൾ ദോശ കഴിച്ച കട. നോക്കി വെച്ചോ, ചെറിയൊരു കടയാണ്, പക്ഷേ അത് നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ദോശയൊക്കെ കഴിച്ചിറങ്ങി. ഇപ്പം നമ്മൾ മൈസൂർ പാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നേരത്തെ നമ്മൾ ആ ദോശക്കടയിലോട്ടേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നതും ഊബറിൽ തന്നെയാണ്. പക്ഷേ കുറേ ഇങ്ങനെ ഓട്ടോ യാത്ര കാണിക്കേണ്ട വെച്ചിട്ടാണ്. മൈസൂർ ഏറ്റവും ടേസ്റ്റുള്ള മൈസൂർ പാക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരമായിരുന്നു ഗുരു സ്വീറ്റ്സ് എന്നുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞു മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പഴങ്ങളാണ് കൂടുതലും. ഈ ഒരു മാർക്കറ്റിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് ഗുരു സ്വീറ്റ്സിൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ അത്ര ദൂരമൊന്നുമില്ല. ഇതാ നിങ്ങൾ ഈ കാണുന്ന കോർണറിൽ തന്നെയാണ് ഗുരു സ്വീറ്റ്സ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് മൈസൂർ ഏറ്റവും ടേസ്റ്റിൽ മൈസൂർ പാക്ക് കിട്ടുന്ന ഒരു സ്ഥലം. നമുക്ക് ഇവിടുന്ന് കുറച്ച് മൈസൂർ പാക്ക് വാങ്ങിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഇതവിടെ കാജു കട്ട്ല കൂടെ കാണുന്നുണ്ട്. അതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പില്ലേ, കാഷ്യൂ നട്ട്, അതിൽ നിന്ന് എടുക്കുന്ന ഒരു സ്വീറ്റാണ്. അതപ്പം ഞാൻ അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് എന്തായാലും കഴിച്ചു നോക്കുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും എത്തിയിട്ട് നമ്മളവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനോട് ചേർന്നൊരു മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു മാർക്കറ്റ് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കാരണം മൈസൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണിത്. ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത, എല്ലാ ഐറ്റംസും നമുക്ക് ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന വലിയൊരു മാർക്കറ്റാണ്. ഈ ഒരു വഴി ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്.
നമ്മുടെ കോഴിക്കോടൊക്കെയുള്ള നമ്മുടെ SM സ്ട്രീറ്റ് ഇല്ലേ, മുട്ടായി തെരുവ്, അതുപോലെ മൈസൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണിത്. നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയൊക്കെ പഴങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു അറ്റം വരെ ഒന്ന് നടന്നു നോക്കാം. കണ്ടില്ലേ എന്ത് വലിയ മാർക്കറ്റാണെന്ന്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടാനുണ്ട്. മൈസൂരൊക്കെ വരുമ്പം ഇത് വേറൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വന്നൊന്ന് കാണാം. ഇനി ഈ ഒരു മാർക്കറ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് മറ്റൊരു സ്ഥലത്തോട്ടാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതാണ് സെയിൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. നമുക്ക് ഈ ഒരു മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാം. 1936 കൃഷ്ണരാജ വൊഡയാർ 4ാമൻ്റെ ഭരണകാലത്താണ് ഈ കാണുന്നൊരു പള്ളി നിർമ്മിച്ചത്. ഇത് സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിൽ നിന്ന് മാത്രമല്ല, സെൻറ്റ് ജോസഫ് ആൻഡ് സെൻറ്റ് ഫിലോമിനയുടെ കത്തീഡ്രലിൽ നിന്നും സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് നിയോ ഗോതിക് എന്ന് പറയുന്ന ഒരു ശൈലിയിലാണ്. അതായത് ജർമ്മനിയിലുള്ള കൊളോൺ കത്തീഡ്രൽ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണത്രേ ഈ ഒരു പള്ളിയും നിർമ്മിച്ചത്. ഈ ഒരു പള്ളിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിലൊന്നാണ് ഈ ഒരു സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ. പിന്നെ ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് ഫിലോമിനയുടെ പേരിലാണല്ലോ. അപ്പോൾ ആരാണ് ഈ സെയിൻറ്റ് ഫിലോമിന എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ കത്തോലിക്ക സന്യാസിനിയായിരുന്നു ഈ പറയുന്ന സെയിൻറ്റ് ഫിലോമിന. അവർ പിന്നീട് വിശുദ്ധിയാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേരിലാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത്. പിന്നെ ഈ സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്നത് വെറും ഒരു സന്യാസിനി മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ. 4ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ വെച്ചിട്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ഒരു യുവരാജകുമാരി കൂടിയായിരുന്നു അവർ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. എന്നിട്ട് നമ്മുടെ മൈസൂർ പാക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പം ഇന്ന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ചായ മാറ്റിയിട്ടൊരു കോഫി ആക്കി. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു കോഫിയാണ്. ഇത് കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈസൂർ പാക്കും കാജു കട്ട്ലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളേ ഇത് കഴിച്ചു നോക്കിട്ടോ, അടിപൊളിയാണ്. ഇവിടെ മൈസൂരിൽ നിന്ന് തൂത്തുക്കുടിയിലോട്ട് പോകുന്ന ട്രെയിൻ ഇതാ ഷണ്ട് ചെയ്തിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പം മൈസൂർ പാക്ക് ട്രൈ ചെയ്യേണ്ടവർക്ക് ഗുരു സീറ്റ്സിൽ പോയിട്ട് ട്രൈ ചെയ്യാം. അപ്പം മൈസൂരിലോട്ടുള്ള യാത്രയും മൈസൂരിലുള്ള ഒരുപാട് കാഴ്ചകളും ഇവിടുത്തെ കുറേ നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ മാത്രമേ കൂടുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.